അസഹനീയമായ വേദന, മാനസിക പിരിമുറുക്കം, പേരിട്ട് പറയാനാകാത്ത പല അസ്വസ്ഥതകൾ. ആർത്തവകാലത്ത് അങ്ങനെ നീളുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇതിനൊപ്പം ചേർന്ന് നിൽക്കുന്നു മൂഡ് സ്വിങ്സ് എന്ന അവസ്ഥയും. കാഴ്ചകളും ശബ്ദവുമെല്ലാം ഒരേപോലെ അസഹനീയമായ അവസ്ഥ. ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് പോലും കേൾക്കുന്നത് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ദിവസങ്ങളായിട്ട് മാറാറുണ്ട് ചില സ്ത്രീകൾക്ക്. ചിലർക്ക് പ്രിയപ്പെട്ട ആളുകളെ കാണുന്നത് പോലും കലിയിളകുന്ന അവസ്ഥ. ഇതൊക്കെ ആർത്തവ ദിവസങ്ങളിലെ മൂഡ് സ്വിങ്സ് എന്ന ഓമന പേരിലാണ് അറിയപ്പെടുന്നത്. ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീകളിലെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ഓരോ സ്ത്രീയിലും ഈ അവസ്ഥ വ്യത്യസ്ത രീതികളിലായിരിക്കും. ആർത്തവം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങും. ചിലർക്ക് ഇത് നിത്യജീവിതത്തിലെ പല കാര്യങ്ങളെയും ബന്ധങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലാണ് മാറുന്നത്. അതിനാൽ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുക എന്നത് അത്യാവശ്യമാണ്. അതിനാൽ ആർത്തവ ദിവസങ്ങളിൽ നേരിടാറുള്ള ഈ മൂഡ് സ്വിങ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്നറിയാം. ഈ ദിവസങ്ങളിൽ അകാരണമായ ദേഷ്യവും ടെൻഷനും ഉണ്ടാകുക സ്വാഭാവികമാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തോതിൽ പൊട്ടിത്തെറിക്കും. മറ്റുള്ളവർ സംസാരിക്കുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ വരികയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ പലരിലും കാണാം. മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ഇതിന് ചെയ്യേണ്ട ഒരേ ഒരു പ്രതിവിധി. ഇതിനായിട്ട് ധ്യാനമോ മറ്റ് ശ്വസന വ്യായാമങ്ങളോ ചെയ്യുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ജീവിതശൈലിയും എല്ലാം ആർത്തവ സമയത്തെ മാനസികാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആരോഗ്യകരമായ ഭക്ഷണം ആവശ്യമുള്ള അളവിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതാത് സീസണിൽ നമുക്ക് കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളും എല്ലാം നന്നായിട്ട് കഴിക്കേണ്ടതുണ്ട്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാംസം, മുട്ട, മീൻ, ബീൻസ്, പയറ്, ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകൾ എന്നിവ പോലുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. കൂടാതെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ചെറുപയർ, മുതിര പോലുള്ള പയർ വർഗ്ഗങ്ങളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമുക്ക് പീരീഡ്സ് ആവുന്നതിന് ഒരാഴ്ച മുൻപ് മുതൽ ഇവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലും ചടഞ്ഞു കൂടിയിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കൃത്യമായ വ്യായാമം പതിവാക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യും. മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ഏറെ ഗുണകരമായ രീതികളാണ് യോഗയും ധ്യാനവും. നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ഉത്തേജനം നൽകാൻ സഹായിക്കുന്ന എൻഡോർഫിൻ എന്ന ഹോർമോണിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് വ്യായാമം കൊണ്ട് സാധിക്കും. നല്ല മാനസികാവസ്ഥ ലഭിക്കുന്നതിനായിട്ട് രാത്രിയിൽ ശരാശരി 8 മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയെ സാധാരണ ദിവസങ്ങളിൽ പോലും പ്രശ്നത്തിലാക്കുന്ന കാര്യമാണ്. ആർത്തവ സമയത്തെ വേദന കുറയ്ക്കാനായിട്ട് കഫീൻ അടങ്ങിയ കോഫി പോലുള്ളവ പലരും നിർദ്ദേശിക്കാറുണ്ട്. ഇത് വേദന കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും ആർത്തവ ദിവസങ്ങളിൽ അമിതമായുള്ള കഫീൻ ഉപയോഗം മാനസിക സമ്മർദ്ദം കൂട്ടുകയും അനാവശ്യ അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് കാരണമാവുകയും ചെയ്യും. ആർത്തവ ദിവസങ്ങളിലെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലോ ഒരു നല്ല ഡോക്ടറെ സമീപിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഡെയിലി ലൈഫിനെയോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയെയോ നമ്മുടെ റിലേഷനെയോ ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മികച്ചൊരു ഡോക്ടറെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാനായിട്ട് ശ്രദ്ധിക്കണം. ഹോർമോൺ ഇംബാലൻസ് പരിഹരിക്കുന്നതിനായിട്ട് ചില മരുന്നുകളെ അപ്പോൾ ആശ്രയിക്കേണ്ടി വന്നേക്കാം. ആർത്തവകാലത്ത് മൂഡ് സ്വിങ്സ് അനുഭവിക്കുന്ന സ്ത്രീ ആരായാലും ചുറ്റുള്ളവരുടെ പിന്തുണയാണ് ആദ്യം വേണ്ടത്. അകാരണ ദേഷ്യമോ മറ്റ് വിഭ്രാന്തികളോ പ്രകടിപ്പിക്കുമ്പോൾ ചേർത്ത് നിർത്തുക. പങ്കാളിക്ക് ഇത്തരം കാര്യങ്ങൾ പരിചയമില്ലെങ്കിൽ മുൻകൂട്ടി പറഞ്ഞ് മനസ്സിലാക്കുക. ദേഷ്യവും അനാവശ്യ ടെൻഷനും ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് അവരെ ധരിപ്പിക്കണം. തെറ്റിദ്ധാരണ മൂലമുള്ള വഴക്കുകൾ ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും.